ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നൊരു അടിപൊളി സർപ്രൈസും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾസിനെ മദ്രസയിലും പറഞ്ഞയച്ച് കുഞ്ഞാവകളെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേട്ടൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും മാതാപിതാക്കൾക്ക് അത് തൃപ്തിയല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും. അവര് വയറ് നിറഞ്ഞിട്ടില്ല, ഞാനൊന്നും കൊടുത്തിട്ടില്ല, മക്കൾസിന് വിശന്നിട്ടാണ് അവർ കരയണേന്നും പറഞ്ഞ് അവരുടെ ഡ്യൂട്ടി അവരങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ പറയണതെല്ലാം ഒന്നങ്ങ് മൂളിക്കേട്ട് അവരെ അവരുടേതായ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു എന്ന് പറയാട്ടോ. അങ്ങനെ പിന്നെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചെന്ന ഡ്യൂട്ടി കപ്പയും ഇറച്ചിയും ഒക്കെ എടുത്തോണ്ട് നേരെ വീട്ടിലായിട്ട് എത്തിയിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നല്ലേ? ഞാൻ കഴിഞ്ഞ വ്ലോഗില് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതെന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വ്ലോഗിൽ പറയാട്ടോ. അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഉച്ചക്കത്തേക്ക് ഒരു സ്പെഷ്യല് കപ്പയും ഇറച്ചിയും ഒക്കെ ഒന്ന് തയ്യാറാക്കി വെച്ച് ഞങ്ങളുടേതായ കുറച്ച് കുറച്ച് അൽക്കുലത്തെ പണികൾക്കായിട്ട് നിന്നു എന്ന് പറയാട്ടോ. അങ്ങനെ ദേ ഞങ്ങളുടെ പണികൾക്കിടയിൽ മക്കൾസ് മദ്രസയൊക്കെ കഴിഞ്ഞ് വീട്ടിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം ഇന്ന് കുറച്ചധികം അലുവയും ഒക്കെ ആയിട്ടാണ് വന്നേക്കണേ. അതിന്റെ സന്തോഷത്തിന്റെ പുറത്തുള്ള ഡാൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടേതായ ഡ്യൂട്ടിയിലേക്ക് കടന്നു കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇക്ക വീട്ടിലിരിക്കണേ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പണികളൊക്കെ അന്നായിരിക്കും ട്ടോ നടക്കണേ. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മക്കടെ സാധാ ഡെയിലി ക്ലീനിങ്, മക്കൾസിനെ നോട്ടം, കുക്കിംഗ് അങ്ങനെ അങ്ങനെ പോകും. ഇക്ക വീട്ടിലിരിക്കുന്ന ദിവസം ഇതുപോലുള്ള ഡ്യൂട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും ട്ടോ. അപ്പൊ കുറേ നാളുകളായിട്ട് ഈ കാർ പോർച്ചിന്റെ സൈഡ് ഒന്ന് മറയ്ക്കണമെന്ന് ഇക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണു. ഇന്നാണിപ്പോ അതിന് സമയവും സാഹചര്യവും ഒത്തു വന്നേന്ന് പറയാട്ടോ. കാരണം എന്നാന്ന് വെച്ചാ നല്ല മഴ പെയ്താലും നല്ല വെയിൽ വന്നാലും കാർ പോർച്ചിലേക്ക് അത്യാവശ്യം ഊത്തുമടിക്കും നല്ലതുപോലെ വെയിലും കൊള്ളൂട്ടോ. അപ്പൊ വണ്ടികളൊക്കെ നനയാനും അതിൽ വിരിച്ചിടണ തുണികളും ഒക്കെ നനയണോണ്ട് തന്നെ അവിടെ ഒന്നങ്ങ് മറച്ചു കൊടുത്താൽ നല്ലതായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനില് പിന്നേന്ന് മാറ്റി വെച്ച ജോലിയാണ് കേട്ടോ ഇന്നിപ്പോ ചെയ്യണേ. അത് മാത്രമല്ല കുറച്ചൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് അങ്ങനെ ഒന്ന് ചെയ്യണേ. നമുക്ക് റോഡിലേട്ട് മുൻവശത്തിന് ഡയറക്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് അങ്ങനെ മുൻവശത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങ് ചെയ്തു വെച്ചപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങ് പരിഹരിച്ചു എന്ന് പറയാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ എത്തിയപ്പോഴത്തേനും മക്കൾസ് എനിക്കുള്ള അടുത്ത പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അവര് ഇറയത്തിരുന്ന് ദേ കളിക്കാനായിട്ട് കുറെ ഇലയും വെള്ളവും കുപ്പിയും പാത്രവും ചിരട്ടയും ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ പുറത്തെ വെയിലും കാര്യങ്ങളും കണ്ടപ്പോൾ അവരവിടെ തന്നെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വെച്ചു കേട്ടോ. പിന്നെ അതങ്ങ് ഒന്നങ്ങ് അടിച്ചു വാരി കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ റോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് പണിമുടക്കി നിൽക്കണ ഞങ്ങളുടെ പോസ്റ്റിലെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് കേട്ടോ. അതിന്റെ സ്വിച്ച് അങ്ങ് കംപ്ലൈന്റ് ആയതായിരുന്നു. ഇനിയിപ്പോ വേറൊരാൾ വന്ന് നന്നാക്കണത് വരെ നോക്കി നിൽക്കണ്ടല്ലോ എന്നോർത്ത് ഇക്ക തന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് സ്വിച്ച് ഒക്കെ റെഡിയാക്കി ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി രാത്രി റോട്ടിൽ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ സപ്പോട്ട മരത്തിലെ സപ്പോട്ടയൊക്കെ ചെറുതായിട്ട് അങ്ങ് മൂത്ത് നിൽക്കുന്നുണ്ടായേ. പിന്നെ അതൊക്കെ ഒന്ന് അങ്ങ് പറിച്ച് അകത്തേക്ക് കയറാന്ന് വെച്ചു കേട്ടോ. ഈ സപ്പോട്ട ഒരെണ്ണം പോലും പഴുത്താ ഞങ്ങൾക്ക് കിട്ടാറില്ല ട്ടോ. മൊത്തം വാവലുകൾ കഴിക്കും. അല്ലെങ്കിൽ പഴുത്ത് താഴെ ചാടിപ്പോയി ചീഞ്ഞു പോവും ട്ടോ. അങ്ങനെ വാവലിന് കൊടുക്കാനും ചീച്ചു കളയാനും ഉദ്ദേശം ഇല്ലാത്തോണ്ട് ഇത്തവണ മൂത്തതെല്ലാം പറിച്ച് അരിയിൽ പൂഴ്ത്തി പഴുപ്പിക്കാനായിട്ട് നിന്നു ട്ടോ. എൻ്റെ മക്കൾസിന്റെ ഫേവറേറ്റ് ഒരു ഫ്രൂട്ട് ആണ് ഈ സപ്പോട്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് സെറ്റായി നിന്നപ്പോഴേക്കും വാപ്പച്ചിയും ഉമ്മച്ചിയും എത്തിയിട്ടുണ്ട് ട്ടോ. അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾസ് ദേ ഇങ്ങനെ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കും ട്ടോ. കുഞ്ഞാവകള് അവർക്ക് വേണ്ട പൊതികളും കൈക്കലാക്കി എടുത്തിട്ടുണ്ട്. വലിയവര് വണ്ടിയിലോട്ട് കയറി കളിയും ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണേ. അവരെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ വേണ്ടാന്ന് തന്നെ പറയാട്ടോ. മക്കൾസിന്റെ ഡ്യൂട്ടി അവര് ഫുള്ളായിട്ട് അങ്ങ് ഏറ്റെടുത്തോളും. അങ്ങനെ ദേ മക്കൾസ് പാട്ടും മേളവും ഡാൻസും ഒക്കെ ആയിട്ട് ഇരിക്കണ ഗ്യാപ്പില് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്കായിട്ട് അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഇന്നിപ്പോ ഒരു ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ട്ടോ. അപ്പൊ ഇറച്ചിയും കപ്പയും ഒക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ട്ടോ ഞങ്ങൾ പുറത്തെ തട്ടിക്കൂട്ട് പണികൾക്കായിട്ട് നിന്നത്. എന്നാ പിന്നെ വേഗം തന്നെ അതിന്റെ ബാക്കി കപ്പയും ഇറച്ചിയും സെറ്റ് ആക്കാനുള്ള പരിപാടിക്ക് നിക്കാന്ന് വെച്ചു.
ഇന്നത്തെ പ്രത്യേകത എന്താണെന്നല്ലേ? 1, 2 വർഷമായിട്ട് നാട് വിട്ടു പോയ എൻ്റെ ആങ്ങള തിരിച്ചെത്തുവാണ് ട്ടോ. ഞാൻ തമ്പനയിലിൽ അങ്ങനെ പറയാൻ കാരണം പൊതുവെ എല്ലാരും അങ്ങനെയാണ് അവനെ ഇപ്പൊ വിശേഷിപ്പിക്കാറ്. അപ്പൊ നമ്മളായിട്ട് ആ വിശേഷം കുറച്ച് കാണണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ തന്നെ ഒന്ന് തമ്പനയിലിൽ കൊടുത്തത്. ചെറുതായിട്ടൊന്ന് നാട് വിട്ടു പോയി. പുള്ളി ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ചെറിയ കുഞ്ഞാവയൊക്കെ ആയി. അങ്ങനെ വീട്ടില് ചെറിയ ചെറിയ പൊട്ടിത്തെറികളും പരിഭവങ്ങളും പിണക്കങ്ങളൊക്കെ 1, 2 വട്ടത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ പറഞ്ഞു തീർത്ത് ഇന്നിപ്പോ അവൻ ദേ എൻ്റെ അടുത്തേക്ക് എത്തുവാണ് ട്ടോ. എൻ്റെ അടുത്ത് 1, 2 വട്ടം വന്നായിരുന്നേ. എങ്കിലും വീട്ടിലേക്കുള്ള എൻട്രി ആയിട്ടില്ലായിരുന്നു. അതിനിപ്പോ ഒഫീഷ്യലി കുറച്ച് കാലതാമസം പിടിക്കും. എങ്കിലും ഇൻഷാ അള്ളാ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്കൊടുവില് അവന്റെ ആഗ്രഹം പോലെ അവനെയും അവന്റെ വൈഫിനെയും ഒക്കെ വാപ്പിച്ചിയും ഉമ്മച്ചിയും എല്ലാരും ഒരുപോലെ അംഗീകരിച്ച സന്തോഷത്തില് വീട്ടിലേട്ട് ക്ഷണിക്കുകയാണ് ട്ടോ. ക്ഷണിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ട്ടോ ഇതൊക്കെ സംഭവിച്ചേ. അവനവന്റെ ഇഷ്ടം ഒന്നങ്ങ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ട്ടോ. അവൻ വിചാരിച്ചു ഈ ഒരു ബന്ധം ഒരിക്കലും വാപ്പിച്ച് അംഗീകരിക്കില്ലായിരിക്കുമെന്ന്. ആ ഒരു പേടിയുടെയും തെറ്റിദ്ധാരണയുടെയും ഒക്കെ പുറത്ത് അവൻ എടുത്തു ചാടി എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം. എങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് കൂടുതൽ വേദനിക്കണേക്കാളും നല്ലത് വരാനിരിക്കുന്ന ദിവസങ്ങള് സന്തോഷായിട്ടും ആ, സമാധാനമായിട്ടും പോണതല്ലേ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങളുടെ പഴയ ഒരു സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നൂന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഞാ ഞാനും എൻ്റെ ആങ്ങളയും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രദർ സിസ്റ്റർ എന്നതിനേക്കാൾ ഉപരി നല്ല കൂട്ടുകാരായിരുന്നു ട്ടോ. ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് വഴക്കൊക്കെ ഇടുവേ. അതുകൊണ്ട് തന്നെ അവനിത് പറഞ്ഞപ്പോ എങ്ങനെ ഇതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കുന്നുള്ള ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ എനിക്കുണ്ടായിട്ടോ. പിന്നെ അവൻ പേടിച്ച് മാറി നിന്ന പോലെ ഞാനും ഇതൊരിക്കലും യോജിക്കില്ല എന്നുള്ള രീതിയിൽ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുമല്ലോ. ഒപ്പം അവൻ്റെ മോളും. അങ്ങനെ നമ്മുടെ കൂടപ്പിറപ്പ് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല ട്ടോ. അതെന്നും ഒരു തീരാ വേദന തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഒന്ന് ഒരു എഫേർട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കി പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഉൾക്കൊണ്ട പോലെ എൻ്റെ മാതാപിതാക്കൾക്കും അവരെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് പറയാട്ടോ. അങ്ങനെ പിന്നെ ദേ കപ്പയും ഇറച്ചിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് മക്കൾസ് അവരുടെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് ട്ടോ. ഒരാള് മാറി ഒരാള് വാപ്പപ്പാടെ വണ്ടിയിലാണ് അവരുടെ കളിയും ചിരിയും തമാശകളും എല്ലാം. ആ വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതീന്ന് ഇറക്കിയെടുക്കാനായിരിക്കും ട്ടോ നമ്മള് പാടുപെടണേ. അങ്ങനെ പിന്നെ കപ്പയിറച്ചിയും കഴിക്കാനുള്ള ഇലയും ഒക്കെ ഒന്നങ്ങ് വെട്ടി സെറ്റാക്കി വെച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ട്ടോ. അപ്പൊ വരാന്ന് പറഞ്ഞ സമയം കുറച്ചധികം അതിക്രമിച്ചു. എങ്കിലും ക്ഷമയോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ ഇലയും കാര്യങ്ങളൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചപ്പോഴത്തേനും ഉമ്മാമായും മോളും ദേ മുറ്റത്തിരുന്ന് ബബിൾസ് ഒക്കെ പൊട്ടിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അവരുടെ ബബിൾസ് പൊട്ടിക്കലും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ മക്കൾസ് വാപ്പപ്പാടെ വണ്ടിയിലേട്ട് പിന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊരു പാട്ടും മേളവും കൂത്തൊക്കെ ആയിരുന്നു എന്ന് പറയാട്ടോ. പ്രത്യേകിച്ച് മോൾക്ക് ഇന്നൊരു പ്രത്യേക സന്തോഷോടെ ഉണ്ട്. അവള് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് എൻ്റെ മൂത്ത ആങ്ങളയായിട്ടാട്ടോ. കാരണം അവളുണ്ടായപ്പോൾ മുതൽക്ക് അവക്കടെ എല്ലാ കാര്യങ്ങളും നോക്കിയതും അവളെ കൊണ്ടുപോയി നടന്നതും എല്ലാം അവനായോണ്ട് തന്നെ അവനോടൊരു പ്രത്യേക സ്നേഹമാണ് ട്ടോ. അപ്പൊ അവൻ വരണ സന്തോഷം അവക്കടെ മുഖത്ത് എല്ലാ അർത്ഥത്തിലും ഉണ്ട്. അവക്കടെ എല്ലാ കളികൂത്തിനും അവനൊപ്പം നിൽക്കും. അത് വേറൊരു കാരണാണ്. അങ്ങനെ പിന്നെ ദേ കാത്തിരുന്ന് ഒടുവില് അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നാത്തൂനെയും ആങ്ങളേനെയും ഒക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ കുട്ടി മണീനെ എടുത്ത് കളിപ്പിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ട്ടോ. അവളുടെ മുഖം കണ്ടത് എല്ലാവരുടെ ഉള്ളില് കുറച്ചെങ്കിലും ബാക്കിയുണ്ടായിരുന്ന പരിതാപങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങളും എല്ലാം അങ്ങട് അലിഞ്ഞ് തീർന്നു എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ ദേ ഒഫീഷ്യലി വാപ്പപ്പ മോളുടെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് ട്ടോ. ഞാൻ വാപ്പച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തേ. അപ്പൊ വാപ്പച്ചി അങ്ങനെ കുഞ്ഞാവേനെ കണ്ട് അവളും ഒരു പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല ട്ടോ. ചാടി വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കയ്യിൽ പോയി. പിന്നെ ചിരിയും കളിയും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെ സെറ്റായിട്ടോ. കുറേ നേരം കുഞ്ഞാവകളെയും കളിപ്പിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ പകുതി മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞ പോലെ പിന്നെ അങ്ങട് ചിരികളികളാൽ നിറഞ്ഞ വീടെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഒരുപാട് നാള് പെയ്യാനായിട്ട് കാത്തിരുന്ന മഴ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പെയ്ത് തീരുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഗമത്തെ വിശേഷിപ്പിക്കാട്ടോ. ചെറിയ പരിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വാപ്പിച്ചിക്ക് ഉണ്ടെങ്കിലും അതൊക്കെ മോനോട് പറഞ്ഞ് തീർക്കണുണ്ട് ട്ടോ. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു എന്നൊക്കെ വാപ്പിച്ചി സങ്കടം പറയുന്നുണ്ട്. ശരിയാണ്, അവന്റെ ഒരു തെറ്റായിരുന്നു. അതിന് അവൻ വാപ്പിച്ചിനോട് ക്ഷമയും പറഞ്ഞു ട്ടോ. ദേ ഉമ്മച്ചി ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നും കുടം ചെറുതായിട്ടൊന്ന് പോയി തട്ടിയും മുട്ടിയും ഒക്കെ നോക്കണുണ്ട് ട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ട്ടോ. സത്യം പറഞ്ഞാ വിശപ്പിന്റെ വിളികള് കാര്യമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാ അവരൊന്ന് വരാൻ വൈകി. അപ്പൊ അവര് വന്നിട്ട് കഴിക്കാന്നുള്ള രീതിയില് ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്തിരുന്നു ട്ടോ. ഉച്ചക്കത്തെ സാധാരണ ഞങ്ങള് ഫുഡ് കഴിക്കണ സമയമൊക്കെ കുറച്ചധികം ഒന്നങ്ങ് അതിക്രമിച്ച് പോയതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി നല്ലതുപോലെ എത്തിയിട്ടുണ്ട്. പിന്നെ വൈകിക്കാതെ തന്നെ ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമായിരിക്കും ട്ടോ എല്ലാരും കൂടി ഇതുപോലെ മനസ്സറിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരിക്കണത്. അതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് ട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ മനസ്സ് തുറന്ന് ചിരിച്ച് കണ്ടത് തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷമായിരുന്നു ട്ടോ. പിന്നെ എല്ലാരും കൂടെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങ് സന്തോഷമായിട്ട് കഴിഞ്ഞു പോയി എന്ന് പറയാം ട്ടോ. ഇവരുടെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ട്ടോ. ഇനി അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് ഷെയർ ചെയ്യാം. ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെ ഉണ്ട്. ഒരു സിനിമാ സ്റ്റോറിക്കൊക്കെ വേണമെങ്കിൽ കഥയുണ്ടെന്നാണ് അവൻ പറയണത്. എനിക്കറിയില്ല ട്ടോ. അങ്ങനെ പിന്നെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം ട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതോടെ കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണേ. ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് എപ്പോഴും തെറ്റിദ്ധാരണകളായിരിക്കും കേട്ടോ. ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, നമ്മളത് പറയാനുള്ള പേടി കൊണ്ട് അല്ലെങ്കിൽ മടി കൊണ്ട് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് പറയാതിരിക്കുമ്പോഴാണ് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കാര്യങ്ങളായാലും അന്നേരത്തെ ഒരു ചെറിയ വഴക്ക് അല്ലെങ്കിൽ ഒരു തല്ല്, ഇത് രണ്ടും പേടിച്ച് നമ്മൾ മറച്ചു വെക്കും തോറും പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാകുന്നതല്ലാതെ അതിനൊരിക്കലും ഒരു പരിഹാരം ഉണ്ടാകില്ല ട്ടോ. ചെറിയ ഒരു വഴക്കിനെയോ തല്ലിനെയോ പേടിച്ച് നമ്മൾ ആ പ്രശ്നം അങ്ങ് അവതരിപ്പിച്ചു നോക്കിയേ, അന്നത്തെ ആ ഒരു പൊട്ടിത്തെറി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം സോൾവായി നമ്മളിലേക്ക് സന്തോഷം തിരിച്ചെത്തും. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ട്ടോ. ഇപ്പൊ ദേ ഇവരുടെ കാര്യം തന്നെ നോക്കി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ചെറിയ കാര്യം ഞാൻ വീണ്ടും മറച്ചു വെക്കാതെ വാപ്പച്ചീനോട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വലുതാകേണ്ട പ്രശ്നം ചെറുതായിട്ട് അങ്ങ് അവസാനിച്ചു എന്ന് പറയാട്ടോ. പിന്നെ ചുറ്റുമുള്ളവർക്ക് കുറ്റപ്പെടുത്താനായിട്ട് ഒരു കാരണം, അതങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെയൊക്കെ ബോധിപ്പിച്ച നമുക്ക് ഒരിക്കലും ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് നമുക്കടെ സന്തോഷത്തിൽ ജീവിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടപ്പിറപ്പ് അവൻ്റെ തീരുമാനത്തിൽ ഹാപ്പി ആണെങ്കിൽ അതിനൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. നമ്മൾ അതിലെ കുത്തിത്തിരിപ്പും കുന്നായ്മയും സ്വാർത്ഥതയും നമുക്കടെ ലാഭവും ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ശരിക്കും തീരണത് അവന്റെ സന്തോഷങ്ങളായിരിക്കൂലേ. ഇതിപ്പോ നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായപ്പോ അതില് അവനും സന്തോഷമായി. ആ ഒരു സ്നേഹവും എന്നും നിലനിൽക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. ഇനി നാളത്തെ കാര്യം എനിക്കറിയില്ല. ഇന്ന് വരെ അൽഹംദുലില്ലാ ഇനി ഇതുപോലെയൊക്കെ മുന്നോട്ട് പോകാനാണ് കേട്ടോ ഞാനും പ്രാർത്ഥിക്കണത്. കാരണം എന്തെന്ന് വെച്ചാ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ട് ഇണയും തുണയും ഒക്കെ ആയിട്ട് രണ്ടാങ്ങളമാരല്ലേ ഉള്ളൂ. അവര് പിണങ്ങിയും ഇതുപോലെ മാറിയും ഒറ്റപ്പെട്ടും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കണ ആ സന്തോഷത്തിന് ഒരിക്കലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. തെറ്റുകൾ ചെയ്തും ചെയ്യാതെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോണ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതുപോലെ എനിക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ. എപ്പോഴും എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഞങ്ങൾ മൂന്ന് മക്കളും ഒരുപോലെ തന്നെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കുകളും ഇല്ലാതില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് തന്നെ പോയി എന്ന് പറയാം ട്ടോ. കുഞ്ഞിപ്പെണ്ണ് വാപ്പപ്പാടെ അടുത്ത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ട്ടോ. കളിയും ചിരിയും ഒക്കെ ആയിട്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്. എൻ്റെ മക്കളെ ഏറ്റവും നന്നായിട്ട് നോക്കണ വാപ്പച്ചിയും ഉമ്മച്ചിയും അവന്റെ മോളെ എങ്ങനെ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞു രാജകുമാരി അല്ലേ അല്ലേ. ആ രാജകുമാരി ഏറ്റവും സന്തോഷമായിട്ട് ദേ എൻ്റെ വാപ്പച്ചിയുടെ കയ്യിലുണ്ട് ട്ടോ. ഇപ്പൊ വാപ്പച്ചീനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വാപ്പീനെ അവൾക്ക് വേണ്ട. അവനെ എടുക്കാൻ നോക്കിയിട്ട് ചെല്ലണില്ലെന്ന് തന്നെ പറയാട്ടോ. കുറെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട് എല്ലാരും കൂടിയ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ട്ടോ. കളിയും ചിരിയും ഫുട്ബോളും ഒച്ചയും കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ദേ തിരിച്ച് അതേ കളിചിരികൾ ഞങ്ങളുടെ വീട്ടിൽ നിറഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ സന്തോഷം ഞാൻ ആസ്വദിച്ചത്. ഇതിപ്പോ എന്തിനാ വ്ളോഗായിട്ട് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കല്യാണോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് നടത്താനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ ആങ്ങളയുടെ നിർബന്ധത്തിനാണ് കേട്ടോ ഞാനിതൊരു വ്ളോഗായിട്ട് തന്നെ എടുത്തു തരുന്നത്. പിന്നീട് ഒരിക്കൽ നമുക്കൊരു സന്തോഷത്തിന് എടുത്തു നോക്കാനായിട്ടുള്ള ചെറിയ ഒരു
വീഡിയോ കിടക്കണത് എപ്പോഴും നല്ലതല്ലേ? ഈ ഒരു കൂട്ടായ്മയും ഒത്തുചേരലും സന്തോഷവും അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവായിട്ട് നിലനിൽക്കൂലോ. അങ്ങനെ അത്താഴവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ദേ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ട്ടോ. ആദ്യം ആങ്ങളെയും നാത്തൂനും പോയിട്ടോ. അപ്പൊ അവര് പോയതിന്റെ പുറകെ പിന്നെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഒഫീഷ്യലി വീട്ടിലേക്ക് ക്ഷണിക്കണ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ പിന്നീട് വരുന്നതായിരിക്കും ട്ടോ. അതിന് കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നത്തെ വ്ളോഗിലൂടെ ഞാനത് എന്താണെന്നൊക്കെ ഒന്നങ്ങ് ഷെയർ ചെയ്യുന്നതായിരിക്കും ട്ടോ. അങ്ങനെ അവരെല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞ് ഞങ്ങളും സന്തോഷവും സമാധാനവുമായിട്ടുള്ള ഉറക്കത്തിലേക്കായിട്ട് നിന്നേ. ഈ ഒരു ഞായറാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഞായറാഴ്ചയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന പ്രതീക്ഷിക്കണല്ല ട്ടോ. അതങ്ങനെ തന്നെ ആയിരിക്കും. ഒത്തിരി കാർമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞ നല്ലൊരു തെളിഞ്ഞ ആകാശം എന്ന് പറഞ്ഞ പോലെ ആയിട്ടോ എല്ലാവരുടെയും മനസ്സ്. അങ്ങനെ പിന്നെ വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ സന്തോഷമായിട്ട് അവരും വീട്ടിലോട്ട് പോയി. ആങ്ങളെയും നാത്തൂനും അവരും വീട്ടിലോട്ട് പോയി. ഞങ്ങളിതേ ഉറങ്ങാനായിട്ടും പോന്നു ട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും അറിയിക്കണം ട്ടോ. ഇനിയും ഇതുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.